കിച്ചു ചെറുക്കൻ കിച്ചു എത്ര നേരം വിളിക്കണേ? കിച്ചു ഒന്ന് എണീറ്റ് പോടാ അവിടെ നിന്ന്. 10 മണിയാടാ, ഒന്ന് എണീറ്റ് പോടാ. ഒരു പണിക്കും പോകാതെ തിന്നുറങ്ങിയിരിക്കാതെ എണീറ്റ് പോടാ. 2 ദിവസം കഴിഞ്ഞ ഓണോടാ. കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടോ? ലിസ്റ്റ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അച്ഛനോടാ? അച്ഛൻ പണിക്ക് പോയിക്കേടാ. 10-32 വയസ്സായില്ലേടാ. കൂട്ടുകാരോട് കളിച്ചു കൊടുക്കണം. നീ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ടാ. ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. വേമ്പ മേടിച്ചിട്ടന്ന് കടയിൽ പോയി സാധനങ്ങൾ മേടിച്ചിട്ടാ. അല്ല പൈസ ഓ നിന്റെ എന്തെങ്കിലും ഉണ്ടാവില്ല. മട്ടനാ? ഇതാർക്കാണിത്? അമ്മൂന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇത് ആദ്യത്തെ ഓണമല്ലേ? അമ്മൂന്റെ രമേശ് നാളെ ഇങ്ങോട്ട് വരൂലേ? അയാൾക്കൊല്ലോടക്കുമ്പറത്തെടുത്താ പോരെ. നിനക്ക് എന്താ രമേശനോട് ഇത്ര ദേഷ്യം? എത്ര ആയാലും നിന്റെ അളിയനല്ലേ? പിന്നെ ഒരളിയൻ. കടയിൽ പോയിട്ട് ആ നീ എവിടെ പോയി കിടക്കായിരുന്നു? വിളിച്ചാൽ ഫോൺ എടുത്തൂടെ? ഓണായിട്ടേ ബേക്കറി നല്ല തിരക്കാണ്. ഒരു രക്ഷയില്ല അവിടെ നിന്ന് ചാടാൻ. അച്ഛന്റെ കണ്ണടിച്ച് ഇപ്പഴാണ് ചാടാൻ പറ്റി. എന്താണ് നീ വണ്ടി എടുത്തേ, അല്ലെങ്കിൽ തള്ളയുടെ വായിലടിക്കുന്ന കേൾക്കേണ്ടി വരും. മാമി സീനാണാ? സീനാണെന്നാ രാവിലെ ഒടിങ്ങാ തള്ളക്ക് ഫോണെടുത്ത് എന്റെ ഇളക്കോണ്. ചേട്ടായി നമസ്കാരം. കിച്ചു എന്തൊക്കെയുണ്ട്? ഓണായിട്ട് കളറാണോ? എന്ത് കളറേട്ടാ? ഇന്നെടുത്ത ചേട്ടാ. അല്ലടാ, അമ്മൂന്റെ അളിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് ആയിത്തോണല്ലേ? അപ്പൊ പൊളിക്കണ്ടേ? ഒരളിയൻ നാറിയാടാ. എന്താടാ നിനക്ക് അളിയനോടുത്ത ദേഷ്യം? നിങ്ങൾ തമ്മിലുള്ള പ്രശ്നമുണ്ടാ? എന്റെ പൊന്നു മോനെ, എവിടെ ഒടുക്കത്ത് ഉപദേശം ഫുൾ ടൈം. ഓ അളിയ PSC അളിയ എന്താ PSC അളിയ PSC. നിനക്കിപ്പോ തോന്നണല്ലേ? എന്തുവാ ദൂരടാ അയാള്? എടാ അയാളുടെ വിചാരമേ ഈ ലോകത്ത് അയാൾക്ക് മാത്രമുള്ള ഗവൺമെന്റ് ജോലി എന്നാണ്. അയാൾക്കൊരു പണി കൊടുക്കണം. നിനക്ക് എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? എടാ പണി കൊടുക്കണോ? ലാസ്റ്റ് പണി പാലും നമുക്ക് കിട്ടൂട്ടാ. എടാ നിനക്കൊരു കാര്യം അറിയോ? എടാ എൻ്റെ അമ്മക്കൊരെണ്ണിപ്പോ പുച്ചോടിപ്പാ. അങ്ങനെ പറ. ഗവൺമെന്റ് ജോലിയിലെ അളിയനോട് ജോലിയില്ലാത്ത നിനക്ക് ഈഗോ സ്വാഭാവികം. നടന്നു മടുത്ത് ഞാൻ വല്ല ഹെലികോപ്റ്റർ മേടിച്ചരാ. അതാകുമ്പോ കാറ്റും കൊണ്ട് വരാല്ലോ. വേർത്ത് ഇപ്പൊ തന്നെ. എന്റെ കിച്ചു എന്തോ ഒരു പണിയുണ്ട് അടുക്കളയിൽ. 2 തേങ്ങ പൊതിച്ചാടാ. ഭഗവാനെ ഏതാണ് ഈ പൂവലമരൊക്കെ? വായിങ്ങോട്. ആ വരണേണ്. വല്ല ഓട്ടോയ്ക്കും വന്നാ മതിയായിരുന്നു. ഓട്ടനൊന്നല്ല 70 രൂപ കൊടുക്കണം. ബസ്സിലാകുമ്പോ 30 രൂപ കൊടുത്താൽ മതി. 40 രൂപ ലാഭിച്ച് വാ. ഓ ഇങ്ങനൊരു പിഷ്കൻ. നമ്മളിങ്ങനെ പെട്ടെന്ന് എത്തിയില്ലേ, പിന്നെന്താ? ഒന്നെണീറ്റ് പോടാ അങ്ങട്. ഈ തള്ളക്ക തന്നെ പ്രാന്താ. ആ മോനെ രമേശ മോശം ഇണിച്ചു പോയല്ല. പിന്നെ എന്താടി ഇവനൊന്നും കൊടുക്കണില്ലേടി? ഈ കവറൊക്കെ മേടിച്ചകത്തോണ്ട് വെച്ചേ. ഓ അമ്മക്കിപ്പ മരുമോനെ മാത്രം മതിയല്ല. മോമ്പാ വല്ല പണിക്കുമ്പോടാ. ഒന്ന് പോടി ഒന്ന്. എടാ കിച്ചു അളിയൻ വന്നേക്കണം കണ്ടില്ലേടാ? എപ്പോ നോക്കിയാലും മൊബൈലും കുത്തിക്കൊണ്ടിരിക്കണം. ഒന്ന് എണീറ്റ് പോടാ. അങ്ങ് മാറ്റളിയാ. അമ്മ പെണ്ണൊന്നും നോക്കി തുടങ്ങിയില്ലേ? പിന്നെ അവന് പെണ്ണിട്ടു. വേലയും കുലില്ലാത്തവനെ അവിടെ പെണ്ണിട്ടാനാ? അമ്മേ മോനും ബൂസ്റ്റ് എടുക്കട്ടെ ഏട്ടാ. ബൂസ്റ്റാ? ഈ വീട്ടിൽ ബൂസ്റ്റ് ഒക്കെ ഉണ്ടാ? അളിയ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്ത് വിശേഷം? കഴിഞ്ഞ ആഴ്ച ഒന്ന് പോയല്ലോ. എന്നാ
സുഖമല്ലേ? ആ സുഖമാണ്. ഇതെന്ത് മനുഷ്യനാണ്? അളിയ ഒരു ഓണസമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. ആ അമ്മുവേ, ആ? ആ കവറെടുത്തേ. ഇത് കുപ്പിയാണ്. എടുക്ക. നാ, തുറന്നു നോക്ക്. ഉം. സന്തോഷായില്ലേ? അളിയന് നിന്നെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. ഉം. പുതിയ അഡീഷനാ അളിയാ. അല്ലേ അമ്മു? ഉം. എടി അമ്മു, എന്തോ ഒന്നങ്ങ് വന്നേ. ശരിട്ടോ. അളിയാ, നമുക്ക് ജീവിതത്തിൽ കുറച്ച് ലക്ഷ്യമൊക്കെ വേണം. ഇതൊരു വർഷം ഇരുന്ന് പഠിച്ചാലുണ്ടല്ലോ ഗവൺമെന്റ് ജോലി ഉറപ്പാ. നമുക്ക് സെറ്റാക്കാം. മാമിയേ, ഹാ അളിയനാ? അളിയനെ പോന്ന് ആ അമ്മ എന്ത് അളിയാ? അവിടെ എവിടെയെങ്കിലും കാണും. അളിയ, നമ്മുടെ ബേക്കറിലേ പുതിയ ഡയറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കഴിച്ചോക്കിട്ട് എങ്ങനെയാണെന്ന് പറ. ഞാനേ ഇത് അവർക്ക് കൊടുക്കട്ടെ കേട്ടാ. കൊള്ളാലോ സാധനം. എന്താണിത്? ഓണ സ്പെഷ്യലാണ്. നീ കഴിച്ചോക്കടി. ഹായ്. അളിയോയ്, ഓ അളിയനിത് കഴിച്ചില്ലേ? ഇല്ലടാ, കഴിച്ചില്ല. ആ, കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞോട്ടാ. ഓ ആ, എനിക്കൊരു ഓർഡർ ഉണ്ട്, പോയിട്ട് വരാം. ഓ മേയ് മേ മേയ് സാൻഡ്വിച്ചാ? ബൂസ്റ്റ്, സാൻഡ്വിച്ച്, മട്ടൺ. ആളി എന്തിൻ്റെ കാര്യങ്ങൾ ഇതൊക്കെ തിരിച്ചുതരാ കേട്ടാ. ശരിയായി തരാം. കിച്ചുവിന് എന്തോരം കഴിവുകളാണ്. എടാ കിച്ചു, വെറുതെ ഇരിക്കുകയാണെങ്കിൽ സഹായിച്ചാടാ. ഓ, അവന്റെ ഒരു പുതിയ ചവിട്ടി. ഓടാ മാമിയേ, ഓണത്തിന് മുങ്ങാനാ ഓടി പോയടാ. പോയേടി. ഷൂട്ടിങ് എടാ ഒന്ന് സഹായിച്ചാടാ. എടി, നീ എന്താ നീ കാണിക്കണേ? ഇങ്ങനെ അതാ ഒന്ന് നന്നാക്കടാ. ഓ ഭാഗ്യം.
എടേ പോയി ഒന്ന് വന്നേ. എന്താടാ എങ്ങനെയുണ്ട്? നിനക്കിതിനെ കുട്ടികളിന്ന് മാറിയിട്ടില്ലേ? എനിക്ക് അടുക്കളയിൽ ഒരു പണിയുണ്ട്. ഈ കിച്ചന്റെ വരെ കഴിവുകളെ. ശ്ശോ, മഴയും പെയ്താ കോട്ടും കൊണ്ടൊന്നുമില്ല. കിടക്കിച്ചു എന്തുണി കാണിക്കണ നീ? എന്തുണി കാണിക്കണ അളിയോയ്? അളിയാ തേങ്ങയും പേട് ചെക്കനും പേട്. അളിയാ ഇത് നോക്കിയേ. കിച്ചുളിയാ എടാ നീ എന്തുണി കാണിക്കണത്? അളിയനാ? ആരളിയൻ? എന്തു പറ്റി? കള്ളനല്ലോ താൻ? ഞങ്ങളുടെ പൊന്നു തമ്പുരാനെ ചതിച്ചതാണ്. ചതിച്ചെന്ന് ആരെ ചതിച്ചെന്ന്? തമ്പുരാനാ? നീ എന്തൊക്കെ നീ പറയണത്? ദിഗംബര താനെന്താനും വിടാ മാമിയേ മാമിയേ പോലെന്ന് മാമിയെ ഓണം കൂടിട്ട് വന്ന് പൊക്കം വെച്ചാ നക്കണ് ആളെ പറ്റിക്കാൻ ചതിയൻ. ഇങ്ങോട്ട് വേഗം വന്ന് എന്താ മാമിയേ വന്ന്. എന്താടാ ജി? ഇത് നോക്കിയേ. കിച്ചു തമ്പുരാട്ടി. തമ്പുരാട്ടിയാ? തമ്പുരാട്ടി അവന് വിശ്വസിക്കരുത്. അളിയന് വട്ടായ. അവൻ ചതിക്കും. ഇത് നോക്കിയേ. എന്താണ് കാണിച്ചേക്കണത്? നീ എന്തിനാണ് അവന് കൊടുത്തത്? ഞാനൊന്നും കൊടുത്തിട്ടില്ല മാമി. എന്താണ് പ്രശ്നം? നോക്കിയ മൂടി കാണിച്ചേക്കണത്. ആ കൊള്ളാം. ആംബുലൻസ് വിളിച്ചാലാ? പിന്നല്ലാതെ ഇതൊന്നും നോക്കിയത് കറങ്ങുന്നില്ല സാധനങ്ങളാണ്. ഇവനല്ലേ? നിന്റെ കൂടെ അല്ല നടക്കണത്. ഇവനെന്നെ രാവിലെ അമ്മാവനച്ഛൻ അറിയാനില്ല. നീ പറ, നീ അറിയുന്നില്ല. ഇതാണ് ഓണത്തല്ലേ? മോനെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുവാ. പാളയിലേ കൊടുക്കടാ. അവൻ ചതിനാണ് തമ്പുരാനെ. ഒരു തരി മണ്ണുവരെ കൊടുക്കരുത്. വാ ഇനി ഇവനെ ചോദിച്ചൊന്നും കൊടുക്കരുത്. എടാ നിനക്ക് ശ്രീധരൻ തന്നല്ലേ, ഇനി തരണോ? എനിക്കിനി ശ്രീധരനൊന്നും വേണ്ട. എന്റെ പൊന്നച്ഛൻ ഞങ്ങൾക്ക് ഇനിയൊന്നും വേണ്ട. ഇതൊക്കെ ഉണ്ടാ വേണ്ട. ഓ എന്താണ് ഇവിടെ ബഹളം? എന്തൊക്കെയാണ് കാണുന്നത്? തമ്പുരാനെ ഇവനെ ഈ ചതിയനെ ഈ പരിസരത്ത് അടുപ്പിക്കരുത്. ചതിയൻ വേണം. എടാ ജി, ഇവൻ വല്ല കഞ്ചാവും വലിച്ചിട്ടുണ്ടോ? ഇവൻ വല്ല കഞ്ചാവും വലിച്ചിട്ടുണ്ടോ? എല്ലാ ഓണത്തിനും ഓർക്കണ രീതിയിലൊരു പണി കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരാളുണ്ട്. ഒരു മിനിറ്റ് വെയിറ്റ്. ആരന്? ശരിയാക്കി തരാം. ഹായ് ബ്രോ, വാട്സ്ആപ്പ്. ഹായ് ബ്രോ. തുണ്ടോണല്ലേ അവൻ തന്നെ. ഇവനാ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് എന്നാണ് കാണുന്നത്. അയ്യ വധൂരില്ലടാ, പൊരിഞ്ഞൂടായിപ്പാണ്ടാ. ഒന്നും മിണ്ടാണ്ടിരുന്നേ ബ്രോ. ഈ വണ്ടി മച്ചാനെ സാധനം സെറ്റല്ലേ?
സെറ്റാണ്. സാധനം എവിടെ? കർക്കിടക മാസത്തിലെ ആമസോൺ കാർഡുകൾ. ഓ, ഈ കൊണടി നിർത്തിയിട്ട് സാധനം തന്നെ. ഇത് കഴിച്ചാൽ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, കിളി പറക്കും. പറക്കോ? പറക്കും. ഓക്കെ എന്നാ വിട്ടോ. കിച്ചു സാധനം സെറ്റിട്ടാ. സാധനം കിട്ടി. അളിയനെന്ന് പറക്കും. നമ്മുടെ ബേക്കറിലേ പുതിയൊരു ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിച്ചോക്കിട്ട് എങ്ങനെയെന്ന് പറ. അളിയോയ്, അളിയൻ കഴിച്ചില്ലേ? സാൻഡ്വിച്ചാ? തിരിക നീ കോണയടി നിർത്ത്, കാര്യം പറ. ഇത് മാന്ത്രിക കൂൺ. മാന്ത്രിക കൂണ. ഇത് കഴിച്ചാൽ കാണാത്തത് കാണും, കേൾക്കാത്തത് കേൾക്കും, കിളി പറക്കും. അളിയാ, ആളിന് എന്തുപറ്റി? ഒന്നും പറ്റിയില്ല. PSC ഒക്കെ നന്നായിട്ട് പഠിക്കണം കേട്ടാ.